ഗൈസ്, അപ്പോൾ ഈ കാണുന്ന ടൈപ്പ് 3D എഫക്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ വീഡിയോ ആയിട്ട് പോവാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്യാപ്ചർ കിറ്റ്. ഗൈസ്, അപ്പോൾ ആദ്യം തന്നെ ഈ ഫോട്ടോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഫോട്ടോസ് വേണം. അപ്പോൾ ഞാൻ എൻ്റെ ഗാലറിയിൽ പണ്ടെടുത്ത കുറച്ച് ഫോട്ടോസ് സേവ് ചെയ്ത് വെച്ചായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തു. രണ്ടാമതായിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്പ് വെച്ചിട്ടാണ് ഈ എഡിറ്റിങ് ചെയ്യുന്നത്, അതായത് ഈ 3D സൂം ചെയ്യുന്നത്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ കിട്ടില്ല. അപ്പോൾ നിങ്ങൾ പോയി നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം വീഡിയോൻ്റെ ഇടയ്ക്ക്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഗൈസ്, ഇപ്പോൾ ആദ്യം തന്നെ ഞാൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു. അതിന് ശേഷം ഇവിടെ ന്യൂ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അതെടുക്കുക. അതെടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ പറ്റുക. അതായത് നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ സെലക്ട് ചെയ്യാം. അപ്പം നമ്മൾ നേരെ ഫോട്ടോസിലേക്ക് പോവുക. അതിന് ശേഷം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ച ഫോട്ടോസില്ലേ, അത് സെലക്ട് ചെയ്യുക. അതിപ്പോൾ ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. 1 2 3 ഗൈസ്, സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഫോട്ടോയിൽ ടാപ്പ് ചെയ്ത് ഒന്നുകൂടെ നോക്കാം. അല്ലെങ്കിൽ മേലത്തെ ആ റൗണ്ടിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഫോട്ടോ സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ മൊത്തം ഒരു 14 15 16 ഫോട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 16 ഫോട്ടോ ഞാൻ ആഡ് ചെയ്തെടുക്കുക. ഗൈസ്, അങ്ങനെ നമ്മൾ ഫോട്ടോ ആഡ് ചെയ്തു. ഇനിയാണ് ഇതിൻ്റെ മെയിൻ റീസൺ. അതായത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ ആപ്ലിക്കേഷൻ ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ഒന്നും കിട്ടില്ല. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് അതുവഴി ഡൗൺലോഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഒരു ചെറിയൊരു ട്രിക്ക് ഉണ്ട്, എന്നാലാണ് നിങ്ങൾക്ക് ഈ ആപ്പ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനായിട്ട് നേരെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ബാക്ക് അടിച്ചിട്ട് നേരെ ചെന്നിട്ട് ഒരു VPN ഇല്ലേ നിങ്ങളുടെ ഫോണിൽ, ഇപ്പോൾ ഏതെങ്കിലും VPN ഒക്കെ ഉണ്ടാവും. PUBG കളിക്കുന്നവരൊക്കെ ആയാലും ഏതെങ്കിലുമൊക്കെ VPN ഉണ്ടാവും. അതിനുശേഷം ആ VPN ഓപ്പൺ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു VPN, കാരണം നമുക്ക് സെർവർ മാറ്റാനാണ്, ഇന്ത്യ മാറ്റിയിട്ട് വേറെ സെർവറിലേക്ക് മാറ്റാനാണ്. ഓക്കെ, ഇപ്പോൾ VPN കണക്റ്റഡ് ആയി. അതിന് ശേഷം ബാക്ക് അടിച്ച് വീണ്ടും നമ്മൾ ആപ്ലിക്കേഷനിൽ കയറുക. അപ്പോൾ നമുക്കിത് ഇവിടെ ആഡ് ചെയ്ത ഫോട്ടോസ് കാണാം. ഓക്കെ, അപ്പോൾ ഇനി എങ്ങനെ ഈ മെയിൻ എഫക്റ്റ് കൊടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നേരെ ഞാൻ ആപ്പ് എടുത്തിട്ട് അതിനകത്ത് ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത ശേഷം ഇങ്ങോട്ട് സ്ക്രോൾ ചെയ്യുക. അന്നേരം ഇവിടെ കുറേ ഓപ്ഷൻ ഉണ്ട്. അത് ആനിമേഷൻ, സ്റ്റൈൽ. ആനിമേഷനിലൊക്കെ കുറേ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇപ്പോൾ സ്റ്റൈൽ കൊടുക്കുക. അപ്പോൾ കുറേ പേര് ചോദിച്ചൊരു കാര്യമാണ്, അതായത് ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് കാട്ടിത്തരുമോ എന്ന്. അതാണ് ഞാനൊരു വീഡിയോ ആക്കി ചെയ്യാനുള്ള കാരണം. അപ്പോൾ നേരെ സ്റ്റൈൽ എടുക്കുക. സ്റ്റൈൽ എടുത്ത് കഴിഞ്ഞിട്ട് അതിൽ 3D സൂം എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അതെടുക്കുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ ജനറേറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ആവും. ജസ്റ്റ് ഒരു 5 സെക്കൻഡ്സ് അതിൻ്റെ ഉള്ളിൽ ആവും. ഓക്കെ, അപ്പോൾ അങ്ങനെ എല്ലാത്തിലും നമ്മളാക്കും. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ആ ഉദ്ദേശിച്ച ആ സൂം എഫക്റ്റും കാര്യങ്ങളൊക്കെ കിട്ടും. ഇപ്പോൾ ആദ്യം തന്നെ ഞാൻ ജസ്റ്റ് ഒരു ടിപ്പ് പറഞ്ഞുതരാം. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ റീൽസിലൊക്കെ ഇടണമെങ്കിൽ ഇങ്ങനെ ഇത് വെച്ച് ചെയ്യുക. അതിന് ശേഷം നിങ്ങളുടെ ഓൾഡ് ഫോട്ടോ ഇട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഓൾഡ് ഇൻസ്റ്റാഗ്രാമിലെ ഫോട്ടോ ഇട്ട് ഇപ്പോഴത്തെ ഫോട്ടോ വരെയുള്ള ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് ചെറിയൊരു കമ്പാരിസൺ വീഡിയോ പോലെ ചെയ്താൽ മതി. അങ്ങനെ ആകുമ്പോൾ കുറച്ച് കാണാനും അടിപൊളിയായിരിക്കും. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ടാൽ റീച്ച് ആവും. ഇതിപ്പോൾ ഭയങ്കര ട്രെൻഡിങ് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചിട്ട്, അപ്പോൾ അങ്ങനെ എല്ലാ ഫോട്ടോയും എന്ത് ചെയ്യും, നമുക്ക് വേണ്ട രീതിയിൽ ക്രോപ്പ് ചെയ്യുക. ഫോട്ടോ സെലക്ട് ചെയ്യുക, ശേഷം ഇങ്ങോട്ട് സ്ക്രോൾ ചെയ്യുക. അങ്ങനെ എല്ലാ ഫോട്ടോയും സ്ക്രോൾ ചെയ്യുക. ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് പോട്ടെ, കാരണം കുറച്ച് ഭാഗം മതിയല്ലോ, ഫുൾ ഫോട്ടോ വേണ്ടല്ലോ. ജസ്റ്റ് 1 സെക്കൻഡിൽ നമ്മൾ ആനിമേഷനായി കഴിയണം. അപ്പോൾ അതിന് വേണ്ടി നമ്മളിങ്ങനെ കുറച്ച് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ഓരോന്ന് കുറച്ച് കൊടുക്കുകയാണ്. ഗൈസ്, അങ്ങനെ നമ്മുടെ വീഡിയോൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഔട്ട് കാണിച്ചു തരാം. ദേ ഇതാണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ വയ്ക്കുക. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ഫോട്ടോസും പിന്നെ ഞാൻ എടുക്കുന്ന ഫോട്ടോസൊക്കെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം ID ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നിങ്ങൾക്ക് ജസ്റ്റ് കയറി നോക്കിയാൽ മതി. പിന്നെ കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞ പോലെ കുറേ പേര് എനിക്ക് ഫോട്ടോസൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു, നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്ത ഫോട്ടോസോ വീഡിയോസോ ഒക്കെ കാണുവാണെങ്കിൽ എനിക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ആയിട്ട് അയച്ചാൽ മതിയെന്ന്. അപ്പോൾ ഏറ്റവും കൂടുതൽ മെസ്സേജ് വന്നതാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് 3D സൂം. അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇതിന് നല്ല അടിപൊളി വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.